നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പഹൽഗാമിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ ഇന്ത്യ. നിർണായക നീക്കങ്ങൾക്ക് സജ്ജരായി പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും സൈനിക മേധാവികളും. ആക്രമണത്തിന് പാകിസ്ഥാനിൽ നിന്ന് പിന്തുണ കിട്ടിയെന്ന് ഇന്ത്യ. പാകിസ്ഥാനുമായുള്ള എല്ലാ ബന്ധങ്ങളും വിസ മുതൽ സിന്ധു നദീജലം വരെ റദ്ദാക്കും. ഡൽഹിയിലെ പാകിസ്ഥാന്റെ ഹൈക്കമ്മീഷൻ സാദ് അഹമ്മദ് വാച്ചറെ അർദ്ധരാത്രി വിളിച്ചു വരുത്തി ഇന്ത്യയുടെ പ്രതിഷേധം അറിയിച്ചു. പഹൽഗാമിൽ കൂട്ടക്കൊല നടത്തിയ ഭീകരർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ സൈന്യം തുടരുന്നു. വാഗ, അട്ടാരി അതിർത്തികൾ അടച്ചു. ചൈനയ്ക്കുമേലുള്ള താരിഫ് ഗണ്യമായി കുറയ്ക്കുമെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് ലോകമെമ്പാടും ഓഹരി വിപണികൾ ഉയർന്നു. ഫ്രാൻസിസ് പാപ്പയുടെ മൃതദേഹം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പൊതുദർശനത്തിന് വെച്ചതോടെ വൻ ജനപ്രവാഹം. പൊതുദർശനം വെള്ളിയാഴ്ച രാത്രി വരെ മാത്രം. സംസ്കാര ചടങ്ങുകൾ കേരളത്തെ പ്രതിനിധീകരിച്ച് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ പങ്കെടുക്കും. രോഗബാധിതരും രോഗം സംശയിക്കപ്പെടുന്നവരും മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്നത് ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ അനുമതിയില്ലാതെ യാത്ര ചെയ്യുന്നതും വിലക്കി ദുബായ് അധികൃതർ. വാർത്തകൾ വിശദമായി. പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് പിന്നാലെ പാകിസ്ഥാനെതിരെ അടിയന്തരമായ നടപടികളെടുത്ത് ഇന്ത്യ. ഡൽഹിയിലെ പാകിസ്ഥാന്റെ ഹൈക്കമ്മീഷൻ സാദ് അഹമ്മദ് വാച്ചറിനെ അർദ്ധരാത്രി വിളിച്ചു വരുത്തി ഇന്ത്യയുടെ പ്രതിഷേധം അറിയിച്ചു. പാകിസ്ഥാനിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഒഴിവാക്കുന്ന ഔദ്യോഗിക അറിയിപ്പായ പേഴ്സണൽ നോൺ ഗ്രാറ്റ നോട്ട് സാദിന് കൈമാറി. പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം പരിമിതപ്പെടുത്തിയത് അടക്കം കടുത്ത നയതന്ത്ര നടപടികളിലേക്ക് പിന്നാലെ ഭീകരതയ്ക്കെതിരായ സൈനിക നടപടിയിൽ തീരുമാനം ഉടനുണ്ടാകും. അതേസമയം ഭീകരർക്കെതിരായ തിരച്ചിൽ ഊർജിതമാക്കി. 100-ലേറെ പേർ കശ്മീരിൽ പോലീസ് ചോദ്യം ചെയ്തു. പ്രദേശവാസികളിൽ നിന്നും കുതിരസവാരിക്കാരിൽ നിന്നും പോലീസ് വിവരങ്ങൾ തേടി. പഹൽഗാമിൽ തിരച്ചിലിനായി കരസേന അത്യാധുനിക സംവിധാനങ്ങളും വാഹനങ്ങളും എത്തിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന് എതിരെ കടുത്ത നടപടികളുമായി ഇന്ത്യ. ആക്രമണത്തിന് പാകിസ്ഥാനിൽ നിന്നും പിന്തുണ കിട്ടിയെന്ന് ഇന്ത്യ. കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചതാണ് ഇക്കാര്യം. പഹൽഗാമിൽ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ഭീകരരുടെ വെടിയേറ്റ് 26 പേർ കൊല്ലപ്പെട്ടതായി കേന്ദ്ര സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതി സ്ഥിരീകരിച്ചു. ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും വിദേശകാര്യ മന്ത്രിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും പങ്കെടുത്ത യോഗം 2 മണിക്കൂറിലേറെ നീണ്ടുനിന്നു. സിന്ധു നദീജല കരാർ മരവിപ്പിക്കാൻ തീരുമാനിച്ചതാണ് സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതിയുടെ ഏറ്റവും സുപ്രധാന പ്രഖ്യാപനം. സാർക്ക് വിസ സ്കീമിന് കീഴിലുള്ള എല്ലാ പാകിസ്ഥാൻകാരും 48 മണിക്കൂറിൽ രാജ്യം വിടണം. ഇനി പാകിസ്ഥാൻ പൗരന്മാർക്ക് ഒരു തീരുമാനമുണ്ടാകുന്നതുവരെ വിസ നൽകില്ല. ഹൈക്കമ്മീഷനുകളിലെ അംഗസംഖ്യ 55-ൽ നിന്നും 30 കുറയ്ക്കും. വാഗ, അട്ടാരി അതിർത്തി അടച്ചുപൂട്ടാൻ തീരുമാനിച്ചു. അതിർത്തി കടന്നവർക്ക് മെയ് 1 മുൻപ് തിരിച്ചെത്താം. പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ പ്രതിരോധ ഉദ്യോഗസ്ഥരെ പുറത്താക്കി. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇന്ത്യയിൽ നിന്ന് പിന്മാറണം. ഇന്ത്യയും പാകിസ്ഥാനിലെ പ്രതിരോധ ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിക്കുമെന്നും സെക്രട്ടറി അറിയിച്ചു. പഹൽഗാം ആക്രമണത്തിന്റെ പേരിൽ പാകിസ്ഥാൻ സർക്കാരിന്റെ എക്സ് അക്കൗണ്ടുകൾ ഇന്ത്യയിൽ സസ്പെൻഡ് ചെയ്തു. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ 26 പേരുടെ മരണത്തിന് കാരണമായ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് നടപടി. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചതും പാകിസ്ഥാൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കിയത് ഉൾപ്പെടെ നിരവധി കർശനമായ പ്രതികാര നടപടികൾ ന്യൂഡൽഹി പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് ഈ നീക്കം. ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ളവരെ ഭീകരർ ലക്ഷ്യമിട്ട് പഹൽഗാം ആക്രമണത്തിന് കാരണക്കാരായവർക്ക് വ്യക്തവും ശക്തവുമായ മറുപടി ഉടൻ ഉണ്ടാകുമെന്ന ഉറച്ച നിലപാടെടുത്തു കേന്ദ്രം. പഹൽഗാമിൽ ഇന്നലെ സാധാരണക്കാർക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ ശക്തമായ മറുപടി ഉണ്ടാകുമെന്നും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. ആക്രമണത്തിന് ഇരയായവരുടെ കുടുംബത്തിന് അദ്ദേഹം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. പഹൽഗാമിൽ ഭീരുക്കളായ തീവ്രവാദികൾ ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ളവരെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതിൽ നമുക്ക് നിരവധി നിഷ്കളങ്കരായ ജീവനുകൾ നഷ്ടമായി. സർക്കാർ ഇതിനെതിരെ വേണ്ട നടപടി കൈക്കൊള്ളുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആക്രമണം നടത്തിയവർ മാത്രമല്ല, അതിന് പിന്നിലുള്ളവരെയും കണ്ടെത്തുമെന്നും വ്യക്തവും ശക്തവുമായ മറുപടി നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജമ്മു കാശ്മീരിലെ ഉധംപൂർ ജില്ലയിൽ തീവ്രവാദികളും സുരക്ഷാ സേനയും തമ്മിൽ വെടിവയ്പ് ഉണ്ടായതായി റിപ്പോർട്ട്. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പിന്നിലുണ്ടെന്ന് കരുതപ്പെടുന്ന ആസിഫ് ഫുജി, സുലൈമാൻ ഷാ, അബു തൽഹ എന്നീ 3 ഭീകരരുടെ രേഖാചിത്രങ്ങൾ നേരത്തെ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ പുറത്തുവിട്ടിരുന്നു. പൈൻ വനങ്ങളിൽ നിന്നും പുറത്തു വന്ന 5-6 ഭീകരരെ കണ്ടെത്താൻ വൻതോതിലുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ചൈനയ്ക്ക് മേലുള്ള തന്റെ താരിഫ് ഗണ്യമായി കുറയ്ക്കുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് ലോകമെമ്പാടും ഓഹരി വിപണികൾ ഉയർന്നു. ട്രംപിന്റെ പിൻവാങ്ങലിൽ ലോകമെമ്പാടുമുള്ള പ്രത്യേകിച്ച് യുഎസിലെ ഓഹരി നിക്ഷേപകർക്ക് പ്രതീക്ഷ വർദ്ധിച്ചു. യുഎസ് സെൻട്രൽ ബാങ്കിന്റെ ചെയർമാനായ ജെറോം പവലിനെ പുറത്താക്കാൻ തനിക്ക് ഉദ്ദേശമില്ലെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതും വിപണിയെ ആശ്വാസത്തിലാക്കി.
ഏഷ്യയിൽ ഒറ്റ രാത്രി കൊണ്ട് ജപ്പാനിലെ നിക്കി ഏകദേശം 2% ഉയർന്നു. ഹോങ്കോങ്ങിലെ ഹാങ്സെങ് 2.4% ഉയർന്നു. ദക്ഷിണ കൊറിയൻ കോസ്പി 1.6% ഉയർന്നു. വ്യാപാര ചർച്ചകളിൽ ചൈനയോട് നല്ല സമീപനം എടുക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ടെന്നും ഒരു കരാറിലെത്താൻ കഴിഞ്ഞാൽ ഇരു രാജ്യങ്ങളിലും താരിഫ് കുറയുമെന്നും പ്രസിഡന്റ് ചൊവ്വാഴ്ച വാഷിംഗ്ടണിൽ മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കി. അന്തരിച്ച ഫ്രാൻസിസ് പാപ്പയുടെ മൃതശരീരം കണ്ട് ആദരാഞ്ജലികൾ അർപ്പിക്കുവാനും പ്രാർത്ഥിക്കുവാനും വെള്ളിയാഴ്ച വരെ അവസരമുണ്ടാകും. ശനിയാഴ്ച പാപ്പയുടെ ആഗ്രഹപ്രകാരമുള്ള ചടങ്ങുകളോടെ സംസ്കാരം. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതശരീരം ഉൾക്കൊള്ളുന്ന പെട്ടി വെള്ളിയാഴ്ച രാത്രി സീൽ ചെയ്യും. അന്നേ ദിവസം വൈകുന്നേരം വരെ പൊതുജനങ്ങൾക്ക് കാണാനും പ്രാർത്ഥിക്കുവാനും സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ അവസരമുണ്ടാകുമെന്ന് വത്തിക്കാൻ അറിയിച്ചു. വെള്ളിയാഴ്ച രാത്രി 7 വരെയായിരിക്കും പൊതുദർശന സമയം. മൃതസംസ്കാര ചടങ്ങിനുള്ള ഒരുക്കമായി അന്നേ ദിവസം രാത്രി 8 മണിയോടെ കാമർലെങ്കോ കർദിനാൾ കെവിൻ ഫാരലായിരിക്കും പെട്ടി അടയ്ക്കുക. അന്തരിച്ച ഫ്രാൻസിസ് പാപ്പയുടെ മൃതദേഹം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് മാറ്റി പൊതുദർശനത്തിന് വെച്ചതോടെ വൻ ജനപ്രവാഹം. ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ മണിക്കൂറിലും എത്തിക്കൊണ്ടിരിക്കുന്നത്. പാപ്പയുടെ മൃതശരീരം സൂക്ഷിച്ചിരിക്കുന്ന കാസ സാന്താ മാർട്ടയിലെ ചാപ്പലിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങുകൾക്കു ശേഷം മൃതശരീരം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് പ്രദക്ഷിണമായി കൊണ്ടുവരികയായിരുന്നു. ഈ സമയത്ത് മാത്രം സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ 20,000-ലധികം വിശ്വാസികൾ തടിച്ചുകൂടിയിരുന്നു. കർദിനാൾമാർ, ബിഷപ്പുമാർ, വൈദികർ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വിസ് ഗാർഡുകളുടെ അകമ്പടിയോടെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതശരീരമുള്ള പെട്ടി ആദ്യം സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്കും പിന്നീട് ബസിലിക്കയിലേക്കും കൊണ്ടുവന്നത്. തായ്വാൻ പ്രസിഡന്റ് ലായ ചിങ്-ഡെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കില്ല. തായ്വാൻ മുൻ വൈസ് പ്രസിഡന്റ് ചെൻ ചിയാൻ ജെന്നിനെ പ്രത്യേക ദൂതനായി അയക്കുമെന്നും തായ്വാൻ മന്ത്രാലയം ബുധനാഴ്ച പ്രഖ്യാപിച്ചു. ചെന്നിന് വത്തിക്കാനുമായി ആഴത്തിലുള്ള ബന്ധമുണ്ട്. 6 തവണ ഫ്രാൻസിസ് മാർപ്പാപ്പയെ അദ്ദേഹം കണ്ടു. തായ്വാന്റെ ചുരുക്കം ചില നയതന്ത്ര സഖ്യകക്ഷികൾ ഒന്നായി വത്തിക്കാൻ ഉണ്ടായിരുന്നിട്ടും തായ്വാൻ പ്രതിനിധി സംഘത്തിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനില്ല. വത്തിക്കാൻ ഉൾപ്പെടെ 12 സർക്കാരുകൾ മാത്രമാണ് തായ്വാനെ ഒരു രാജ്യമായി അംഗീകരിക്കുന്നത്. ക്രിമിയയുടെ റഷ്യൻ നിയന്ത്രണം കീവ് അംഗീകരിക്കില്ലെന്ന് വ്ളാഡിമിർ സെലൻസ്കി നിലപാടെടുത്തതോടെ ഉക്രൈനിയൻ പ്രസിഡന്റ് സമാധാന ചർച്ചകൾക്ക് ദോഷം വരുത്തുന്നു എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരോപിച്ചു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു കരാർ വളരെ അടുത്തതായിരുന്നു എന്ന് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ US നിബന്ധനകൾ അംഗീകരിക്കുവാൻ സെലൻസ്കി വിസമ്മതിക്കുന്നത് സംഘർഷം നീണ്ടുപോവുകയല്ലാതെ മറ്റൊന്നും ചെയ്യില്ല എന്നും ട്രംപ് കുറ്റപ്പെടുത്തി. ഒരു വിമാന കമ്പനിയിലെ തന്റെ മുൻ മരുമകന്റെ ജോലിയുമായി ബന്ധപ്പെട്ട കൈക്കൂലി കേസിൽ ദക്ഷിണ കൊറിയൻ മുൻ പ്രസിഡന്റ് മൂൺ ജെയിൻ ഇന്നിനെതിരെ പ്രോസിക്യൂട്ടർമാർ കുറ്റം ചുമത്തി. അദ്ദേഹത്തിന്റെ മുൻ മരുമകന് വ്യോമയാന മേഖലയിൽ പരിചയക്കുറവുണ്ടായിരുന്നു എങ്കിലും സർക്കാർ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു എയർലൈനിന്റെ സിഇഒയ്ക്ക് പകരമായി അദ്ദേഹത്തെ നിയമിച്ചതായി പ്രോസിക്യൂട്ടർമാർ വാദിക്കുന്നു. 2017 മുതൽ 2022 വരെ പ്രസിഡന്റായിരുന്ന മ്യൂൺ ഉത്തര കൊറിയയിലെ നേതാവ് കിം ജോങ് ഉന്നുമായി സമാധാന കരാർ ഉണ്ടാക്കാൻ ശ്രമിച്ചതിന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ ഓർമ്മിക്കപ്പെടുന്നത്. രോഗബാധിതരും രോഗം സംശയിക്കപ്പെടുന്നവരും മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്നതും ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ അനുമതിയില്ലാതെ യാത്ര ചെയ്യുന്നതും ഒഴിവാക്കണമെന്ന് ദുബായ് അധികൃതർ. ഇതടക്കം പൊതുജനാരോഗ്യം സംരക്ഷിക്കുവാനും പകർച്ചവ്യാധികൾ തടയുവാൻ ലക്ഷ്യമിട്ട് പുതിയ നിയമം രൂപപ്പെടുത്തി ദുബായ്. ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിന് മാത്രമാണ് ഇത്തരക്കാർക്ക് അനുമതി ഉണ്ടാവുക. മനഃപൂർവ്വമോ അല്ലാതെയോ രോഗബാധ മറച്ചുവെക്കുന്നതും പരത്തുന്നതും നിയമപ്രകാരം കുറ്റകരമാണ്. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്മാർട്ട് ഗേറ്റുകളുടെ ശേഷി 10 മടങ്ങ് വർദ്ധിപ്പിച്ചതായി ജനറൽ ഡയറക്ടർ ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ദുബായ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അൽ മർമറി അറിയിച്ചു. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ സ്മാർട്ട് പാതകൾ ഒരേ സമയം 10 യാത്രക്കാരുടെ എമിഗ്രേഷൻ നടപടികൾ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് റഷ്യയിൽ നിന്നും മടങ്ങി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ചർച്ചകളിൽ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ് കൂടുതൽ ഊന്നൽ നൽകിയതെന്ന് ഒമാൻ സുൽത്താൻ വ്യക്തമാക്കി. ഒമാൻ സന്ദർശിക്കുന്നതിനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സുൽത്താൻ ക്ഷണിച്ചു. റഷ്യയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിനും ആതിഥ്യ മര്യാദയ്ക്കും സുൽത്താൻ നന്ദി അറിയിക്കുകയും ചെയ്തു. റാസൽ ഖൈമയിൽ മാർപ്പാപ്പ അനുസ്മരണം. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ അനുസ്മരണ സമ്മേളനം ശനിയാഴ്ച രാത്രി 9-ന് റാഗ് അൽ നഹീൽ സെന്റ് അന്തോണിയ പാദുവ കത്തോലിക്ക പള്ളിയിൽ നടക്കും. സോൺ പ്രസിഡന്റ് ഫാദർ സിറിയൽ വർഗീസ് വടക്കടത്ത് അധ്യക്ഷത വഹിക്കും.
ഫാദർ ജോയി മേനച്ചെരുവിൽ അനുസ്മരണ സന്ദേശം നൽകും. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. നാഷണൽ ഹൈലൈറ്റ്സ്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് പുതിയ വഖഫ് നിയമത്തിനെതിരായ പ്രതിഷേധങ്ങൾ 3 ദിവസത്തേക്ക് നിർത്തിവച്ചു. ആക്രമണ സംഭവത്തെ ബോർഡ് അപലപിക്കുകയും ചെയ്തു. ഇരകളുടെ കുടുംബങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. തെക്കൻ കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ പഹൽഗാമിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ചൊവ്വാഴ്ച നടന്ന ഭീകരാക്രമണത്തിൽ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 26 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പഹൽഗാമിലെ ഭീകരാക്രമണത്തെ അപലപിച്ചും സംഭവത്തിൽ കടുത്ത വേദന രേഖപ്പെടുത്തിയും സുപ്രീം കോടതിയുടെ ഫുൾ കോർട്ട് പ്രമേയം പാസാക്കി. കൊല്ലപ്പെട്ടവർക്ക് ആദരമർപ്പിച്ച് ജഡ്ജിമാരും അഭിഭാഷകരും രജിസ്റ്റർ ജീവനക്കാരും 2 മിനിറ്റ് എഴുന്നേറ്റ് നിന്ന് മൗനം ആചരിച്ചു. പരുക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിച്ച കോടതി സംഭവത്തിന് ഇരയായവർക്കും കുടുംബാംഗങ്ങൾക്കുമൊപ്പം രാജ്യം നിലകൊള്ളുന്നതായും വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രതികരിച്ച നടൻ സൂര്യ ഇന്ത്യ ഐക്യത്തോടെയും ശക്തമായും നിലകൊള്ളണമെന്നും സൂര്യ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ഹൃദയഭേദകവും ആഴത്തിൽ ഞെട്ടിക്കുന്നതുമാണ് സംഭവമെന്നും ഇനി ആരും ഇത് നേരിടേണ്ടി വരരുതെന്നും സൂര്യ കുറിച്ചു. ഹൃദയഭേദകമായ സംഭവങ്ങളാണ് പഹൽഗാമിൽ നടന്നതെന്നും വാക്കുകൾ നഷ്ടമാകുന്നുവെന്നും മമ്മൂട്ടി പറഞ്ഞു. ധീരമായ ആത്മാക്കൾക്ക് നീതി ലഭ്യമാകാൻ സായുധ സേനയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മോഹൻലാൽ, അക്ഷയ് കുമാർ, ഷാരൂഖ് ഖാൻ, മഞ്ജു വാര്യർ തുടങ്ങി നിരവധി പേർ ഭീകരാക്രമണത്തെ അപലപിച്ച് രംഗത്തെത്തിയിരുന്നു. ഭീകരാക്രമണത്തിന് ഇരയായവരെ ഓർത്ത് തന്റെ ഹൃദയം വേദനിക്കുന്നുവെന്നും നിരപരാധികളുടെ ജീവൻ അപഹരിക്കുന്നതിന് ഒരു കാരണത്താലും ന്യായീകരിക്കാൻ കഴിയില്ലെന്നും മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. CMRL എക്സാലോജിക്സ് സാമ്പത്തിക ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്കെതിരെ SFIO കുറ്റപത്രത്തിൽ ഗുരുതര കണ്ടെത്തലുകൾ. തട്ടിപ്പിൽ വീണ പ്രധാന പങ്കുവഹിച്ചു എന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. CMRL MD ശശിധരൻ കർത്തയുടെ അറിവോടെയാണ് തട്ടിപ്പ് നടന്നത്. പ്രവർത്തിക്കാത്ത കൺസൾട്ടിംഗ് സ്ഥാപനത്തിനാണ് CMRL പണം നൽകിയതെന്നും പ്രതിമാസം 3 ലക്ഷം രൂപയ്ക്ക് പുറമെ 5 ലക്ഷം രൂപ കൂടി എക്സാലോജിക്കിന് നൽകിയെന്നും കുറ്റപത്രത്തിലുണ്ട്. എക്സാലോജിക്കിന് CMRL പ്രതിമാസം 3 ലക്ഷം രൂപ നൽകിയിരുന്നു. ഇതിന് പുറമെ ടി വീണയ്ക്കും കമ്പനി പ്രതിമാസം 5 ലക്ഷം രൂപ വീതം നൽകിയിട്ടുണ്ട് എന്നാണ് SFIOയുടെ കണ്ടെത്തൽ. സംസ്ഥാനത്തിന്റെ 50ാമത് ചീഫ് സെക്രട്ടറിയായി A. ജയതിലക് IASനെ തിരഞ്ഞെടുത്തു. ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ ഈ മാസം 30-ന് വിരമിക്കുന്ന സാഹചര്യത്തിലാണ് മന്ത്രിസഭാ യോഗം A. ജയതിലകിനെ പിൻഗാമിയായി തിരഞ്ഞെടുത്തത്. 1991 ബാച്ച് IAS ഉദ്യോഗസ്ഥനും ധനവകുപ്പിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമാണ് A. ജയതിലക്. 2026 ജൂൺ വരെയാണ് ജയതിലകിന്റെ സർവീസ് കാലാവധി. സ്പൈസസ് ബോർഡ് ചെയർമാൻ, കൃഷി വകുപ്പ് സെക്രട്ടറി, ഡയറക്ടർ, KTDC മാനേജിംഗ് ഡയറക്ടർ, ഛത്തീസ്ഗഡ് ടൂറിസം ബോർഡ് MD തുടങ്ങിയ പദവികൾ ഡോക്ടർ ജയതിലക് വഹിച്ചിട്ടുണ്ട്. കോഴിക്കോട്ടും കൊല്ലത്തും ജില്ലാ കളക്ടറായിരുന്നു. മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പങ്കെടുക്കും. ഇതിനായി റോഷി അഗസ്റ്റിനെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തി. മന്ത്രി വെള്ളിയാഴ്ച വത്തിക്കാനിലേക്ക് പുറപ്പെടും. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പ്രാർത്ഥനയോടെ വിട നൽകാൻ വിശ്വാസികൾ തയ്യാറെടുക്കുകയാണ്. നിലവിൽ ഭൗതികദേഹം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ശനിയാഴ്ച സെന്റ് മേരീസ് മേജർ ബസിലിക്കയിലായിരിക്കും മാർപ്പാപ്പയുടെ സംസ്കാരം നടക്കുക. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവറുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ കോൺഗ്രസിൽ ധാരണ. മുന്നണി പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമായില്ല. കോൺഗ്രസ് നേതാക്കളും PV അൻവറും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ധാരണ. അതിനിടെ UDF മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് നേതാക്കളെ കാണാൻ PV അൻവറിന്റെ നീക്കം. കൂടിക്കാഴ്ചയ്ക്ക് അൻവർ ലീഗ് നേതൃത്വത്തിന്റെ അനുമതി തേടി. TMCയെ മുന്നണിയിൽ എടുക്കുന്ന കാര്യം UDFിൽ ചർച്ച ചെയ്യണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ പറഞ്ഞതിന് പിന്നാലെയാണ് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയത്. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം ഒരു പൗണ്ട് 113.66 ഇന്ത്യൻ രൂപ. ഒരു US ഡോളർ 85.64 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 97.12 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.33 US ഡോളർ. ഇനി സ്പോർട്സ്. ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക്സിന്റെ 2ാം ദിനം മഹാരാജ സ്റ്റേഡിയത്തിലെ മിന്നും താരങ്ങളായത് ദേവ് കുമാർ മീണയും ഡേവിഡ് പിയും. സ്വന്തം പേരുള്ള ദേശീയ റെക്കോർഡ് തിരുത്തിയ ദേവ് കുമാർ പോൾ വോൾട്ടിന്റെ സ്വർണം കരസ്ഥമാക്കി.
ലോങ് ജമ്പിലെ ഭാരതത്തിന്റെ സൂപ്പർ താരം ജസിൻ ആൾട്ടിനെ അട്ടിമറിച്ചാണ് ഡേവിഡ് പി സ്വർണം നേടിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പഹൽഗാമിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ ഇന്ത്യ. നിർണായക നീക്കങ്ങൾക്ക് സജ്ജരായി പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും സൈനിക മേധാവികളും. ആക്രമണത്തിന് പാകിസ്ഥാനിൽ നിന്ന് പിന്തുണ കിട്ടിയെന്ന് ഇന്ത്യ. പാകിസ്ഥാനുമായുള്ള എല്ലാ ബന്ധങ്ങളും വിസ മുതൽ സിന്ധു നദീജലം വരെ റദ്ദാക്കും. ഡൽഹിയിലെ പാകിസ്ഥാന്റെ ഹൈക്കമ്മീഷൻ സാദ് അഹമ്മദ് വാച്ചറെ അർദ്ധരാത്രി വിളിച്ചു വരുത്തി ഇന്ത്യയുടെ പ്രതിഷേധം അറിയിച്ചു. പഹൽഗാമിൽ കൂട്ടക്കൊല നടത്തിയ ഭീകരർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ സൈന്യം തുടരുന്നു. വാഗ, അട്ടാരി അതിർത്തികൾ അടച്ചു. ചൈനയ്ക്കുമേലുള്ള താരിഫ് ഗണ്യമായി കുറയ്ക്കുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് ലോകമെമ്പാടും ഓഹരി വിപണികൾ ഉയർന്നു. ഫ്രാൻസിസ് പാപ്പയുടെ മൃതദേഹം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പൊതുദർശനത്തിന് വെച്ചതോടെ വൻ ജനപ്രവാഹം. പൊതുദർശനം വെള്ളിയാഴ്ച രാത്രി വരെ മാത്രം. സംസ്കാര ചടങ്ങുകൾ കേരളത്തെ പ്രതിനിധീകരിച്ച് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ പങ്കെടുക്കും. രോഗബാധിതരും രോഗം സംശയിക്കപ്പെടുന്നവരും മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്നത് ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ അനുമതിയില്ലാതെ യാത്ര ചെയ്യുന്നതും വിലക്കി ദുബായ് അധികൃതർ. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും യുഎസിലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 020-858-66511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് ടിവിയും എൻജോയ് ചെയ്യുക.